ഇപ്പൊ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഒരു ജാഥ പുറപ്പെട്ടിട്ടുണ്ട്. പച്ചക്കള്ളം, വ്യാജ പ്രചരണം, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, കേരളത്തിന്റെ വികസനത്തിന് തുരങ്കം വയ്ക്കുക, ഈ കേരളം മുടിഞ്ഞു പോകണമേ എന്നാലോചിക്കുന്ന ദുഷ്ടഹൃദയത്തിന്റെ ഉടമകളായി പ്രതിപക്ഷ നേതാവും കൂട്ടരും നിൽക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഞാൻ ഈ പറഞ്ഞ വികസനവും പുരോഗതിയും വളർച്ചയും ക്ഷേമവും നല്ല കാര്യങ്ങളെല്ലാം വന്നപ്പോ അതിനെയെല്ലാം ഇടങ്കോലിടാൻ ആദ്യം സമരം നടത്താൻ നോക്കി. ആളെ കിട്ടാതെ ദയനീയമായി പരാജയപ്പെട്ടു. കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ ഒരിക്കലെങ്കിലും കേരളത്തെ പിടിച്ചു കുലുക്കിയ 10,000 അണിനിരന്ന ഒരൊറ്റ സമരം പ്രതിപക്ഷത്തിന് നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, ആരെയും കിട്ടുന്നില്ല. 1-2 ദിവസം സമരം എന്ന് പറഞ്ഞ് പോലീസ് ബാരിക്കേഡിന്റെ മുകളിൽ കയറി ചില അഭ്യാസങ്ങളൊക്കെ കാണിക്കും, അതോടുകൂടി അവസാനിക്കും. കേരളത്തിലെ ജനങ്ങളെ സ്വാധീനിച്ച ഒരൊറ്റ സമരം നടത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ല. അതാണ്. അപ്പോഴോ ജനപിന്തുണയില്ലാതെയായപ്പോ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഏത് നല്ല കാര്യം വന്നാലും അപ്പൊ കോടതിയിൽ പോകും. കോടതിയിൽ പോയി കേസ് കൊടുത്ത് മുടക്കാൻ നോക്കും. ജനങ്ങളെ അണിനിരത്താനാവാത്തയാൾ വക്കീലിനെ പിടിച്ച് കോടതിയിൽ പോയി കേസ് നടത്തി തോൽപ്പിക്കാൻ പോകും. എല്ലാ കേസിലും പ്രതിപക്ഷ നേതാവ് തോറ്റു. കേഫോമിനെതിരെ, ക്യാമറയ്ക്കെതിരെ, കോവിഡ് കാലത്ത് മലയാളിയുടെ ജീവൻ രക്ഷിക്കാൻ LDF സർക്കാർ അശ്രാന്ത പരിശ്രമം നടത്തുമ്പോ സ്പ്രിംഗ്ലറിനെതിരെ ഒക്കെ കേസിന് പോയി. എല്ലാ കേസിലും തോറ്റു. അവസാനം ഇതൊരു ശല്യമായി മാറിയപ്പോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചു, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണ്, പൊതു താൽപര്യ ഹർജി. കോടതി ചോദിച്ചു, ഇതിലെവിടെയാണ് പബ്ലിക് ഇൻട്രസ്റ്റ്? ഇതിൽ പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല, നിങ്ങൾക്ക് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണ്. അല്ലേ? കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതിനു മുൻപ് ഒരു പ്രതിപക്ഷ നേതാവിനും ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു ആക്ഷേപം കേൾക്കേണ്ടി വന്നിട്ടില്ല. കോടതി ചോദിക്കുകയാണ്, ഇയാൾക്ക് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ, ആളാവാൻ നോക്കുകയാണോ എന്നാണ് മലയാളം. കോടതി പരമാവധി അത്രയൊക്കെ പറഞ്ഞു. സത്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ കരണത്ത് കോടതി ആഞ്ഞൊരു പ്രഹരം കൊടുത്തിരിക്കുകയാണ് ആ ഒരൊറ്റ ചോദ്യത്തിലൂടെ. നിങ്ങൾക്ക് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ? എന്നിട്ട് ആ ഹർജി എടുത്ത് ചവറ്റുകൊട്ടയിൽ വലിച്ചെറിഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, രാഷ്ട്രീയം പലതാകാം, പക്ഷേ നല്ല കാര്യങ്ങളെ അംഗീകരിക്കണ്ടേ? അതാണ് ചോദ്യം. 2000 രൂപ പെൻഷൻ കൊടുക്കുന്ന ഒരു നല്ല കാര്യമല്ലേ? കിളിമാനൂരിൽ എത്ര കോൺഗ്രസുകാർക്ക് കിട്ടുന്നു പെൻഷൻ? അതിൽ രാഷ്ട്രീയമില്ല, അതൊരു നല്ല കാര്യമല്ലേ? അംഗീകരിക്കട്ടെ. വീട്ടമ്മമാരുടെ പെൻഷൻ ഒരു നല്ല കാര്യമല്ലേ? അത്യധ്വാനം ചെയ്യുന്ന കേരളത്തിലെ വീടുകൾ നിലനിർത്താൻ രാപ്പകലില്ലാതെ വീട്ടിൽ ജോലി ചെയ്യുന്നവരാണ് വീട്ടമ്മമാർ. അവർക്കൊരു പാരിതോഷികം കൊടുക്കുന്നു, പ്രതിമാസ പെൻഷൻ. നല്ല കാര്യമല്ലേ? എതിർക്കേണ്ട കാര്യമുണ്ടോ? ചെറുപ്പക്കാർക്ക് സ്റ്റൈപ്പൻഡ് നല്ല കാര്യമല്ലേ? ആശുപത്രിയും പള്ളിക്കൂടവും റോഡും നന്നായാൽ അത് നാടിന് ഗുണമല്ലേ? എതിർക്കേണ്ട കാര്യമുണ്ടോ? ഇതിനെന്തിനാണ് കേസ് കൊടുക്കാൻ പോകുന്നത്? ഇതിനെന്തിനാണ് ആക്ഷേപിക്കാൻ പോകുന്നത്? എല്ലാ നല്ല കാര്യങ്ങളുടെയും ശത്രുവായി നിൽക്കുന്നു. ഇപ്പൊ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മള് ആസാമിന്റെ ദുഃഖം എന്താണ്? ആസാമിന്റെ ദുഃഖം ബ്രഹ്മപുത്ര നദിയാണ്. ചൈനയുടെ ദുഃഖം വേറൊരു നദിയാണ്. അപ്പൊ ചില നാടിന്റെ ശാപം എന്ന പോലെ ഇങ്ങനെ ചില അപരനാമങ്ങൾ അറിയപ്പെടുന്നവരുണ്ട്. കേരളത്തിന്റെ ശാപം, കേരളത്തിന്റെ ദുഃഖം ആരെ എന്ന് ചോദിച്ചാൽ ആളുടെ പേര് പറയുന്നത് ഒരു മര്യാദയല്ലല്ലോ. പ്രതിപക്ഷം എന്ന് പറയാം. UDF ആണ് കേരളത്തിന്റെ ദുഃഖം, കേരളത്തിന്റെ ശാപം. ആ ശാപത്തെ, ആ ദുഃഖത്തെ തുടച്ചു നീക്കുന്നതായി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ എല്ലാ വിഭാഗം മനുഷ്യരുടെയും യോജിച്ച മുന്നേറ്റം ഉയർന്നു വരണം. ഇനിയും കേരളം നിലനിൽക്കണം. ഇരുളടഞ്ഞ ഭൂതകാലത്തിലേക്ക് ഈ നാട് തിരിച്ചു പോകരുത്. ഇനിയും പെൻഷൻ വർദ്ധിക്കണം. ഇനി ഒരിക്കലും പവർ കട്ട് ഉണ്ടാവരുത്. കുട്ടികൾക്ക് പാഠപുസ്തകം മുടങ്ങരുത്. റോഡുകൾ തടാകങ്ങളായി മാറരുത്. നമ്മുടെ നാട് ലോകോത്തരമായി തുടരണം. അതിന് ഇടതുപക്ഷം ശക്തിപ്പെടണം. ഇടതുപക്ഷം ശക്തിപ്പെടാൻ ഈ ഇരിക്കുന്ന നിങ്ങളെല്ലാം നാടിന്റെ നാളെയെ കരുതി, കേരളത്തിന്റെ ഭാവിയെ കരുതി
എല്ലാവരെയും ഇടതുപക്ഷത്തിന്റെ കൊടിക്കീഴിലേക്ക് ആനയിക്കാൻ അണിനിരത്താൻ അശ്രാന്ത പരിശ്രമം ഊർജ്ജസ്വലതയോടെ ഏറ്റെടുക്കണം. ഇത് പുതിയൊരു സർക്കാർ ഉണ്ടാക്കാൻ മാത്രമല്ല, ആ സർക്കാരിനെ കൊണ്ട് കേരളത്തിന്റെ വികസന യാത്ര തുടർന്ന് നടത്താനാണ്. പാതി വഴിയിൽ വെച്ച് നമ്മുടെ വികസന മുന്നേറ്റം നിന്നു പോകരുത്. കേരളം ദുർബലപ്പെട്ടു പോകരുത്. മലയാളികൾക്ക് ഇരുളടഞ്ഞ ഒരു ഭൂതകാലം ഇനി തിരിച്ചു വരരുത്. സമ്പൽ സമൃദ്ധിയോടെ, ആത്മാഭിമാനത്തോടെ, സമാധാനമായി നമുക്ക് ജീവിക്കാനാവണം. അതിന് ഇടതുപക്ഷം കൂടുതൽ കരുത്താർജിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിപ്രായം.